പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ വിപണിയിൽ വിലവർധനയുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അധിക ബാധ്യത എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ് ഡാനിയൽ, ഇപ്പോൾ എക്സൈസ് തീരുവ കൂട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. എന്താണിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ പെട്രോളിനും ഒപ്പം തന്നെ ഡീസലിനും 2 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു, എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവുമായി പുറത്തു വരുന്നത്. എന്നാൽ ഇത് ആര് വഹിക്കും? ഇത് പെട്രോൾ ഉപയോഗിക്കുന്ന ആളുകളാണോ അതോ കമ്പനി തന്നെ വഹിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 രൂപ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു എന്ന ഒരു സൂചനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ട്രംപിന്റെ പുതിയ ഈ തീരുവ നയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാജ്യാന്തര വിപണിയിൽ തന്നെ ക്രൂഡ് ഓയിലിനും അടക്കം വില താഴ്ത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ ഈ ഒരു തുക, ഈ അധികമായി വരുന്ന എക്സൈസ് തീരുവ, അത് ആരാകും വഹിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൽ ഈ പറയുന്ന പെട്രോൾ കമ്പനികൾ തന്നെ ആകും എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് 2 രൂപ പെട്രോളിനും ഡീസലിനും കൂട്ടിയിട്ടുണ്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഈ മാസം 8-ാം തീയതി മുതൽ നടപ്പിലാക്കും എന്നുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഒരു വ്യക്തത കുറവുണ്ട്. അത് പെട്രോൾ വില ഉയരുമ്പോൾ ആ വില ഉയരുന്ന വില ആര് വഹിക്കുമെന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ശ്രുതി, ശരി, അത് അറിയാൻ എത്ര കാത്തിരിക്കേണ്ടി വരുമെന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ ജോയ്സ്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇത് തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യത്തിൽ എപ്പോൾ അറിയാനാകും? എപ്പോൾ കിട്ടും വ്യക്തത? അല്പസമയത്തിനും നമുക്കിതിലൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ് റിലീസ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് നിലവിൽ എക്സൈസ് തീരുവയായിരുന്ന് 2 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നു പെട്രോളിനും ഡീസലിനും എന്ന കാര്യം മാത്രമാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് ഇത് വർദ്ധിപ്പിക്കുക, ആരാകും ഈ ഒരു തുക നൽകേണ്ടി വരിക എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഏതായാലും അല്പസമയത്തിന് തന്നെ കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുമെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ട്രംപിന്റെ പുതിയ നയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആഗോള മാർക്കറ്റിലൊക്കെ തന്നെ ക്രൂഡ് ഓയിലിന് വില കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു എക്സൈസ് തീരുവ കൂട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികപരമായ കാഴ്ചപ്പാടുകൾ അത് ഉയർത്താൻ വേണ്ടിയിട്ടും സാമ്പത്തിക നില ഉയർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്തും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഈ പറയുന്ന എക്സൈസ് തീരുവ 2 രൂപ പെട്രോളിനും ഡീസലിനും ഉയർത്തി കഴിയുമ്പോൾ അത് ആർക്കായിരിക്കും വഹിക്കേണ്ടി വരിക? പ്രത്യേകിച്ചും നമ്മളിപ്പോൾ അധിക ബാധ്യതയിലൂടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 2 രൂപ കൂടി പെട്രോളിനും ഡീസലിനും കൂടി ഉയർത്തി കഴിഞ്ഞാൽ അവരുടെ ജീവിത ചെലവ് തന്നെ കാര്യമായി തന്നെ ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ അത് ഒരുപക്ഷെ ഈ കമ്പനികൾ തന്നെ ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. ഏതായാലും സാമ്പത്തിക നില ഭദ്രമാക്കാൻ കൂടിയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നീക്കം എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഈ 2 രൂപ പെട്രോളും ഡീസലിനും ഉയർത്തിയത് അത് ആര് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഉടനെ തന്നെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നൊരു മറുപടി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കൂട്ടിക്കൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നു. 2 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ജനങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതോ അത് എണ്ണ കമ്പനികൾക്കുള്ള ബാധ്യതയാകുമോ? അറിയാൻ അല്പം കൂടി കാത്തിരിക്കണമെന്നാണ് ജോയ്സ് ഡാനിയൽ റിപ്പോർട്ട് ചെയ്തത്.